NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ പരോക്ഷമായി വിമർശിച്ച് കെ.ബി. ഗണേഷ് കുമാർ. ഏകാധിപതികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. NSS നേതാക്കൾക്ക് കുറച്ച് മര്യാദയാകാം. സുരേഷ് ഗോപിയെ വിരട്ടാൻ നോക്കേണ്ട. വി.ഡി. സതീശൻ ഒരിക്കലും NSSനെയോ ഒരു സമുദായത്തെയോ ആക്ഷേപിക്കുന്നത് കണ്ടിട്ടില്ല എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. സുരേഷ് ഗോപി പറഞ്ഞതിനൊരു മറുപടി പറയേണ്ട കാര്യമില്ല. NSSൽ കുറച്ചുകൂടി ഒരു സ്നേഹവും മര്യാദയൊക്കെ ആകാം. ഏകാധിപത്യ പ്രവണത വേണ്ട, ഒരു വിരട്ടൊന്നും വേണ്ട. വിരട്ട് ഈ സുരേഷ് ഗോപിയൊന്നും വിരട്ടേണ്ട കാര്യമില്ല. സുരേഷ് ഗോപി ഒരു ഇന്ത്യയിലെ ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിന് അങ്ങനെ നമ്മളിപ്പം എൻ്റെ സുഹൃത്താണ് സുരേഷ് ഗോപി, പക്ഷെ അങ്ങനെ ഒരു മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ മന്ത്രിയായി കാണണം. ഷമീർ അബ്ദുൾ വിവരങ്ങളുമായി ചേരുകയാണ്. ഷമീർ, എന്തായാലും ഈ ജി സുകുമാരൻ നായരും ഗണേഷ് കുമാറും തമ്മിൽ അത്ര നല്ല ടേംസിലൊന്നും അല്ല. നേരത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണവും വിമർശനവും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഏകാധിപത്യ മനോഭാവം ആർക്കും വേണ്ട എന്ന് തന്നെ പറഞ്ഞ് വിമർശിക്കുന്നു. അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണല്ലോ ഗണേഷ് കുമാർ ഇപ്പോൾ ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും സ്വാതി, NSS ഡയറക്ടർ ബോർഡിൽ നിന്നും പുറത്തു വന്ന ശേഷമാണ് ഇപ്പോൾ ഗണേഷ് കുമാർ ഇത്തരമൊരു പ്രതികരണം നടത്തുന്നത്. അത് രൂക്ഷമായ പ്രതികരണം തന്നെയാണ്. NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഏകാധിപതിയായിട്ടാണ് പെരുമാറുന്നത്. മന്നത്ത് പത്മനാഭൻ എല്ലാവരുടെയും ആചാര്യനാണ്. എല്ലാവരും വിശ്വസിക്കുന്ന NSSകാർ മാത്രമല്ല, രാജ്യത്ത് പലരും വിശ്വസിക്കുന്ന ദൈവമാണ് അദ്ദേഹം. അതൊരു ക്ഷേത്രമാണെന്ന് പറഞ്ഞിട്ട് ആ ക്ഷേത്രം അടച്ചിടുന്നത് ശരിയല്ല. അത് എപ്പോഴത്തേക്കും തുറന്നു കൊടുക്കാൻ നേതൃത്വം തയ്യാറാകണം. ശ്രീനാരായണ ഗുരുവിനെ അതിനെ മാതൃകയാക്കണം. ശിവഗിരി മഠത്തിൽ എപ്പോൾ ചെന്നാലും ശ്രീനാരായണ ഗുരുവിനെ നമുക്ക് സന്ദർശിക്കാൻ കഴിയും. അദ്ദേഹത്തെ പ്രതിമ അദ്ദേഹത്തെ സന്ദർശിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. അതുകൊണ്ട് അത് അടച്ചുമൂടി വെക്കേണ്ട ഒരു ക്ഷേത്രമല്ല. ഏകാധിപതികൾ അധികകാലം നിലനിൽക്കില്ല. അവരുടെ പതനം ഉടൻ തന്നെ ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ NSSൽ വിരട്ടൽ ഉണ്ട്. ആ നിലവിലെ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയെ അത്തരത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം വിരട്ടുന്നത് കണ്ടിരുന്നു. ആ വിരട്ടലൊന്നും വേണ്ട. അദ്ദേഹം രാജ്യത്തെ ഒരു മന്ത്രിയാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MP-യാണ്. അതുകൊണ്ട് അത്തരം സംസാരങ്ങളൊന്നും പാടില്ല. അത് വിരട്ടൽ ശൈലിയാണ്, അത് വേണ്ട എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ഇദ്ദേഹം പറഞ്ഞ മുഖ്യമന്ത്രി V.D. സതീശനെ അദ്ദേഹം പിന്തുണയ്ക്കുന്ന സാഹചര്യവും ഒപ്പം തന്നെ സുകുമാരൻ നായരെ തള്ളുന്ന സാഹചര്യവും ഉണ്ടായി. ഗണേഷ് കുമാർ പറഞ്ഞത് ഇങ്ങനെയാണ്: സതീശൻ വളരെ അടുത്ത കാലം എൻ്റെ സുഹൃത്താണ്. ഇപ്പോഴും ആ സൗഹൃദം സതീശനുമായി നിലനിൽക്കുന്നുണ്ട്. ഒരിക്കലും സതീശനോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സെക്രട്ടറി പറയുന്നത്. ഏതെങ്കിലും ഒരു സമുദായത്തെ സതീശൻ അധിക്ഷേപിച്ചതായി തനിക്ക് അറിയില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്തായാലും നേതൃത്വത്തിൽ NSS നേതൃത്വത്തിൽ ഒരു ഉടച്ചുവാർക്കൽ ആവശ്യമുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി: അതൊക്കെ താനേ വരും, ഏകാധിപത്യം തകരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോഡാ കുപ്പിയിൽ ഗോലിയിട്ടാൽ പിന്നെ കുപ്പി പൊട്ടിച്ചാലേ അത് എടുക്കാൻ പറ്റൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് കുപ്പിക്കുള്ളിൽ കിടക്കുന്ന ഗോലിയാണ് സുകുമാരൻ നായർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പൊട്ടിച്ചെടുക്കാൻ അല്പം താമസം വരും, അത് കാലക്രമേണ അത് പൊട്ടി പുറത്തു വരുന്നു എന്നുകൂടി അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. ഒപ്പം തന്നെ ഇന്ന് DYFIയുടെ പൊതിച്ചോറുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം, ആ പൊതിച്ചോറ് നൽകുന്നത് പാവപ്പെട്ട ജനങ്ങൾക്കാണ് നൽകുന്നത്, പാവപ്പെട്ടവരുടെ ആശ്രയമാണ് പൊതിച്ചോറ്. അത് നിർത്തിവെക്കാൻ മുരളീധരൻ പറഞ്ഞാൽ മുരളീധരൻ്റെ വീട്ടിൽ നിന്ന് ചോറ് കൊടുക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഇനി ബോർഡ് വെച്ചാലും ഇല്ലെങ്കിലും DYFI പ്രവർത്തകർ പൊതിച്ചോറ് കൊടുക്കും. യൂത്ത് കോൺഗ്രസിന് പറ്റാത്ത കാര്യമാണ് DYFI നടപ്പാക്കുന്നത് കൂടി പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ സൗണ്ട് ബൈറ്റ് അവസാനിപ്പിച്ച് കടന്നുപോയത്. എന്തായാലും രൂക്ഷമായ വിമർശനവും കടന്നാക്രമണമാണ് സുകുമാരൻ നായർക്കെതിരെ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. സ്വാതി.